അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവാദരണീയരായ പണ്ഡിത പ്രമുഖർ, സ്നേഹധന്യരായ വിദ്യാർത്ഥികൾ, അറബി മലയാള സാഹിത്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെയേറെ ഇടം പിടിച്ച ഒരു സാഹിത്യ രൂപം തന്നെയാണ്. മലയാളവും സംസ്കൃതവും മിശ്രമായി വളരെ ഉന്നതിയിലേക്ക് സാഹിത്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് അറബി മലയാള സാഹിത്യമെന്ന ഒരു സാഹിത്യ രൂപത്തിന് രൂപം കൊള്ളുന്നത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കൈമാറ്റത്തിന് അച്ചടി വിദ്യ വ്യാപകമല്ലാത്ത കാലത്ത് നാടൻ പാട്ടുകളും അതുപോലെ തന്നെ വാമൊഴി കഥകളും മറ്റു കഴിയെഴുത്ത് പ്രതികളിലൂടെയുമായിരുന്നു വിജ്ഞാനങ്ങൾ കൈമാറിയിരുന്നത്. ഇക്കാലത്ത് വളരെ സ്വാധീനമേറിയ ഒരു തരത്തിലേക്ക് മാറുകയായിരുന്നു അറബി മലയാളം എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ അറബി മലയാള ഭാഷാ ശൈലി എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് ഏറ്റവും ഉന്മൂല രൂപത്തിലേക്ക് സമൂഹത്തിൽ ഇടം നേടാൻ കാരണം അതിന്റെ വളരെ മനോഹരമായ രൂപമായിരുന്നു. എന്താണ് അറബി മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറബി ലിപി ഉപയോഗിച്ച് മലയാളം എഴുതുന്ന, മലയാളം വായിക്കുന്ന ഒരു രൂപമാണ് അറബി മലയാളം എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളോളം മലബാറിന്റെ നൂറ്റാണ്ടുകളോളം കേരളവും അറബും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ടൊരു ഭാഷാ ശൈലിയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അച്ചടി വിദ്യ വ്യാപകമല്ലാത്ത കാലത്ത് കേരള സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് അവരുടെ ഖുർആന്, ഹദീസ്, മറ്റു ഇസ്ലാമിക ചരിത്രങ്ങൾ, സാമൂഹിക പാഠങ്ങൾ, സന്ദേഹ സ്നേഹനങ്ങൾ എന്നിവയെല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കാനും സമൂഹത്തിനെ പഠിപ്പിക്കാനും ഇത്തരം അറബി ഭാഷ സഹായിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു സാഹിത്യ രൂപം എന്നതിലുപരി ഒരു വലിയ സമൂഹത്തെ അക്ഷര ലോകത്തേക്ക് ഉയർത്താൻ ഈ അറബി മലയാള സാഹിത്യത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അക്കാലത്ത് മലയാളത്തിന് ലിപി ഇല്ലായിരുന്നു. അത് കാരണമായി തന്നെ സമൂഹത്തിൽ അക്ഷരങ്ങൾ, വായനകൾ, പുസ്തകങ്ങൾ എന്നിവയുടെ പരിമിതി വളരെ കൂടുതലായിരുന്നു. ഇക്കാലത്താണ് അറബി മലയാളത്തിലൂടെ സമൂഹത്തെ അക്ഷര ലോകത്തേക്ക് വിളിച്ചോതുകയും അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ സാക്ഷരത വിപ്ലവം എന്ന ഈ ഒരു വലിയ നേട്ടം അറബി മലയാളം നേടുന്നത്. ഏകദേശം 16-ാം നൂറ്റാണ്ടോടുകൂടെ രൂപം കൊണ്ട അറബി മലയാളം പിന്നീട് വളരെ അതിന്റെ അതിരുകളെല്ലാം ഭേദിച്ച് അതിരുകളെല്ലാം കടന്ന് വ്യാപിക്കുകയായിരുന്നു. എത്തരത്തിലെന്നാൽ കിസ്സപ്പാട്ടുകളും അതുപോലെ തന്നെ നാടോടി പാട്ടുകളും മാമൊഴി കഥകളും അതുപോലെ തന്നെ നോവലുകളും കവിതകളും കഥകളും എല്ലാം അറബി മലയാള ഭാഷയുടെ സംഭാവനകളിൽ നിന്ന് ശ്രദ്ധേയമാണ്. ഇതിലെ ഏറ്റവും വലിയ ശ്രദ്ധയെന്ന് പറയുന്നത് നമ്മുടെ അറബി മലയാള ഭാഷയിലൂടെ ഒരു വലിയ സമൂഹത്തെ, കേരള സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ വായനയുടെയും എഴുത്തിന്റെയും മാസ്മരികതയുടെയും ലോകത്തേക്ക് ക്ഷണിച്ചു എന്നത് തന്നെയാണ്. എത്രത്തോളം എന്നാൽ മതപാഠശാലകളിലും അതുപോലെ തന്നെ പള്ളിക്കൂടങ്ങളിലും അറബി മലയാള സാഹിത്യത്തിന് വളരെയേറെ പ്രാധാന്യം ലഭിക്കുകയും ഇതിലൂടെ വിദ്യാർത്ഥികളും വിജ്ഞാനം നുകരുകയുമുണ്ടായി. ഇതിനേറെ ചരിത്രപരമായ ചുവടെടുപ്പുകളുണ്ട്. എത്രത്തോളം എന്നാൽ അക്കാലത്ത് സംസ്കൃത മിശ്ര സാഹിത്യം നിറഞ്ഞിരുന്ന മലയാളത്തിന് അതിനെ വെല്ലുന്ന രൂപത്തിലായിരുന്നു അറബി മലയാള സാഹിത്യത്തിന് രൂപം കൊള്ളുന്നത്. എത്രത്തോളം എന്നാൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടും അതുപോലെ തന്നെ ഹുസ്നുൽ ജമാൽ തുടങ്ങിയ അനേകം കൃതികൾ അറബി മലയാളത്തിന്റെ സംഭാവനകളിൽ പെട്ടതാണ്.
സർഗാത്മകതയുടെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് അറബി മലയാള സാഹിത്യം ഉയരുന്നതിലൂടെ ഒരുപാട് സാഹിത്യ സംഭാവനകൾ അറബി മലയാള സാഹിത്യം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പടപ്പാട്ടുകളും മറ്റു കിസ്സപ്പാട്ടുകളും കല്യാണപ്പാട്ടുകളും ഇത്തരത്തിൽ തന്നെ അതിലെ ഏറ്റവും പ്രാധാന്യമേറിയ, ജനങ്ങൾക്ക് ഏറ്റവും സ്വാധീനമേറിയ ഒന്ന് തന്നെയാണ് മഹാനായ ഖാദി മുഹമ്മദ് അവറുകളുടെ മുഹിയുദ്ദീൻ മാല. അതൊന്ന് എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അറബി മലയാള സാഹിത്യത്തിന്റെ വളരെ ഉന്നതമായ ഒരു ഭാഷാശൈലി തന്നെ അതിൽ കാണാൻ കഴിയും. മാത്രമല്ല, ഈ മുഹിയുദ്ദീൻ മാല ആലപിക്കുന്നതിലൂടെ സമൂഹത്തിന് ഒരു സാഹിത്യപരമായ ഉന്നമനം ഉണ്ടാകുന്നു എന്നത് വാസ്തവമാണ്. ഇതിലൂടെയാണ് സാക്ഷരത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. മാത്രമല്ല, അറബി മലയാള സാഹിത്യത്തിലൂടെ പത്രങ്ങളും പുസ്തകങ്ങളും ഏറെ ഉത്ഭവിക്കുകയുണ്ടായി. എത്രത്തോളം എന്നാൽ മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ വായിക്കാൻ മാധ്യമങ്ങളായി പത്രങ്ങളോ പുസ്തകങ്ങളോ ഒന്നുമില്ലാത്ത പരിമിതമായ കാലത്താണ് അറബി മലയാളത്തിലൂടെ നിരവധി പത്രമാധ്യമങ്ങൾ അറബി മലയാളത്തിലൂടെ വരികയുണ്ടായി. എത്രത്തോളം എന്നാൽ അൽ-ഇസ്ലാഹ്, കേരള ചന്ദ്രിക തുടങ്ങിയ അറബി മലയാള സാഹിത്യത്തിലുണ്ടായ സർഗാത്മകമായ രചനകളാണ് ഇതെല്ലാം. ഇത്തരത്തിൽ കേരളത്തിലെ അറബി മലയാള സാഹിത്യത്തിന് വളരെ ഏറെ പ്രാധാന്യം നൽകിയ മലബാറിലെ മാപ്പിളമാരുടെ ചരിത്രങ്ങൾ സ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ മലബാറിന്റെ എല്ലാ പ്രദേശങ്ങളിലും അക്കാലത്ത് മാപ്പിളമാരിൽ അറബി മലയാളത്തിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലൂടെ സാഹിത്യത്തിന്റെയും സർഗാത്മകതയുടെയും ഒരു വലിയ തരത്തിലുള്ള കൈമാറ്റമായിരുന്നു കണ്ടുവന്നതിന്. ഇത്തരത്തിൽ എന്നാൽ അറബി മലയാളം സമൂഹത്തിൽ ആ നൂറ്റാണ്ടുകളിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് എന്നോർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഇവിടെ നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.